സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതവും സ്നേഹവന്ദനവും അറിയിച്ചുകൊണ്ട് ഒരു വചനം നോമ്പുകാല ചിന്തകളിൽ നമുക്ക് ധ്യാനിക്കാം. അതിനായി തിരഞ്ഞെടുത്ത തിരുവചനം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം 15 വാക്യം 19. ഇനി നിൻ്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല, നിൻ്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറയും എന്ന് പറഞ്ഞു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 15 അധ്യായം 19 വാക്യത്തിൽ ധൂർത്ത പുത്രൻ്റെ അഥവാ ഇളയ പുത്രൻ്റെ, നാം മുടിയനായ പുത്രനെന്ന് അപരനാമത്താൽ അറിയപ്പെടുന്ന മകൻ്റെ അനുതാപമാണ് നാം കാണുന്നത്. നോമ്പുകാലം അനുതാപത്തിൻ്റെ നാളുകളാണ്. എന്താണ് അനുതാപം? ചെയ്ത തെറ്റുകളെക്കുറിച്ചുള്ള പുനഃവിചിന്തനം, അതിലൂടെ തിരിച്ച് യഥാസ്ഥാനപ്പെടുവാനുള്ള തീരുമാനമെടുക്കൽ, ഇതൊക്കെയാണ് അനുതാപത്തിലെ പ്രധാന ചിന്തകൾ. അനുതാപത്തിലൂടെ അഥവാ മാനസാന്തരത്തിലൂടെ നഷ്ടപ്പെട്ട ദൈവവുമായിട്ടുള്ള ബന്ധം യഥാസ്ഥാനപ്പെടുന്നു. ഇതിന് ഉദാഹരണമായിട്ടാണ് യേശു കർത്താവ് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 15 അധ്യായത്തിൽ മുടിയനായ പുത്രനെ കുറിച്ചുള്ള ഒരു ഉപമ പറയുവാനിടയായത്. ഈ ഇളയ പുത്രൻ അപ്പനോടൊപ്പം വസിച്ചിരുന്നവനാണ്. സന്തോഷത്തോടെ സമാധാനത്തോടെ എല്ലാ അനുഗ്രഹങ്ങളോടെയും ഭവനത്തിൽ വസിച്ചവനാണ്, അപ്പനൊപ്പം വസിച്ചവനാണ്. എന്നാൽ ആരുടെയോ സമ്മർദ്ദത്താൽ, അതൊരു പക്ഷേ അവൻ്റെ സുഹൃത്തുക്കളുടേതായ ആവാം, അഥവാ ഈ ലോകസംബന്ധമായ ആകർഷണങ്ങളാൽ ആകാം, ഏതായാലും ചില സമ്മർദ്ദങ്ങൾ അവനെ വീട്ടിലും അപ്പൻ്റെ ഒപ്പവും വസിക്കുന്നതിനേക്കാൾ സന്തോഷവും സമാധാനവും ആനന്ദവും പുറത്ത് സുഹൃത്തുക്കൾക്കൊപ്പം അഥവാ ദൂരദേശത്ത് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്നതാണെന്നുള്ള ആ ഒരു തെറ്റായ അറിവിലേക്ക് അവനെ നയിച്ചു. അതിൻ്റെ ഫലമായി അവൻ അപ്പനടുക്കൽ വരികയും അവൻ്റെ അവകാശം ചോദിച്ചു വാങ്ങുകയും അത് വിറ്റ് കാശാക്കി ദൂരദേശത്തേക്ക് പോയി എല്ലാം നശിപ്പിച്ചുകൊണ്ട് ദുർനടപ്പുകാരനായി ജീവിക്കുന്നതാണ്. ഇങ്ങനെ ദുർനടപ്പുകാരനായി ജീവിച്ച ആ ധൂർത്തപുത്രൻ എല്ലാം നഷ്ടപ്പെട്ടവനായി അഗ്നി ശോധനയിലായപ്പോഴാണ് അവന് സുബോധം വന്നത്. അങ്ങനെ അവൻ സുബോധം വീണ്ടെടുത്ത് ഒരു തീരുമാനമെടുക്കുകയാണ്. ആ തീരുമാനമാണ് നാം വായിച്ചു കേട്ടത്. അപ്പനോടും ദൈവത്തോടും മാപ്പ് ചോദിക്കുക, ഇതാണ് അവനെടുത്ത തീരുമാനം. ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവൻ അവൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക്, അപ്പൻ്റെ അടുക്കലേക്ക് തിരിച്ചു വരികയാണ്. വന്ന് പറയുകയാണ്, അപ്പാ, ഞാൻ നിന്നോടും സ്വർഗത്തിലെ ദൈവത്തോടും പാപം ചെയ്തിരിക്കുകയാണ്. ഇനി നിൻ്റെ മകനെന്ന പേരിന് ഞാൻ യോഗ്യനല്ല. എന്നാൽ എത്രയോ കൂലിക്കാർ നമ്മുടെ വീട്ടിൽ ജീവിച്ച് സന്തോഷത്തോടെ ആനന്ദത്തോടെ
ഉപജീവനം കഴിക്കുന്നു. അവരിൽ ഒരാളെപ്പോലെ എന്നെ ആക്കണമേ എന്ന് പറഞ്ഞപ്പോൾ അപ്പൻ അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് അവന് ആവശ്യമായ എല്ലാ പരിചരണങ്ങളും ചെയ്യുവാൻ ദാസന്മാരോട് കൽപ്പിക്കുകയും നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു നൽകുകയും ചെയ്യുകയാണ്. ഇവിടെ നാം കാണുന്നത് ധൂർത്തപുത്രൻ്റെ അനുതാപമാണ്. ഈ നോമ്പ് നാളുകൾ ഈ ധൂർത്തപുത്രൻ അപ്പൻ്റെ അടുക്കലും അപ്പൻ്റെ ഭവനത്തിലും തിരിച്ചു വന്ന് യഥാസ്ഥാനപ്പെട്ടതുപോലെ ഈ നോമ്പ് നാളുകൾ സ്വർഗീയ ഭവനത്തിൽ അഥവാ യേശുവിൻ്റെ അടുക്കൽ നമുക്ക് നഷ്ടപ്പെട്ട സന്തോഷം, ദൈവാലയത്തിൽ നമുക്ക് നഷ്ടപ്പെട്ട സന്തോഷം വീണ്ടെടുക്കുന്നതിന് കാരണമായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ